ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വർക്കൗട്ട് വീഡിയോ ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ നമ്മുടെ ലോക്ക്ഡൗൺ കൊറോണ സമയത്ത് അറിയാം, നമുക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം. അന്നൊക്കെ ഞാൻ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയമായിരുന്നു, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അന്ന് ജിമ്മിലൊന്നും പോകാൻ പറ്റാതെ വന്നപ്പം വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ കോൺക്രീറ്റ് സിമെൻറ്റും എംസാൻഡും മെറ്റലൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അതെല്ലാം ഇപ്പം വല്ല അനാഥ പ്രേതങ്ങളാണ് അവിടെ എവിടെയൊക്കെ കിടക്കുവാണ്. കാരണം ഞാനിപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും ഹെവി വെയിറ്റൊക്കെ വെച്ചുള്ള വർക്കൗട്ടുകളൊക്കെ ഇപ്പം കുറവാണ്, ചെയ്യുന്നില്ല അങ്ങനെയുള്ള വർക്കൗട്ടുകൾ. നമ്മുടെ സാധാരണ ബോഡി വെയിറ്റ് വർക്കൗട്ടുകളൊക്കെയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ചെറിയ ഡംബൽസൊക്കെ വെച്ചിട്ടുള്ള വർക്കൗട്ടുകളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് പ്രായം കൂടി വരുന്നതല്ലേ, അപ്പം കുറച്ച് ഓവർ വെയിറ്റൊക്കെ ചെയ്യുന്നത് കുറയ്ക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ അന്ന് ഉണ്ടാക്കി വെച്ച കുറേ അന്നുണ്ടാക്കി വെച്ചാണ് ഈ ഡമ്പലൊക്കെ. ഇത് ഏകദേശം ഒരെണ്ണം 12 കിലോളം തൂക്കമുള്ള ഡമ്പലാണ്. ഞാൻ കൃത്യമായിട്ട് തൂക്കി ഓരോ വെയിറ്റുകളും കൃത്യമായിട്ട് നല്ല വെയിറ്റ് ത്രാസിനകത്ത് വെച്ച് ചെയ്ത് നല്ല കൃത്യമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത വെയിറ്റുകളാണ്. അപ്പോൾ ഏകദേശം 100 കിലോളം വെയിറ്റ്സാണ് ഞാൻ കണക്ക് വീട്ടിലുണ്ടാക്കി വെച്ചത്. അന്ന് വർക്കൗട്ടൊക്കെ ഭയങ്കര ഒരു ഹരമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ഫിറ്റ്നസ്സിനോടുള്ള ആ ഒരു സ്നേഹം മനസ്സിലിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പം അന്നിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം. അപ്പം ഇതിനൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിനൊക്കെയുള്ള 2 ഡമ്പലൊക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന കേസുകളേ ഉള്ളൂ. നമുക്കിപ്പോൾ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് ഇതെല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും, ഈ റബ്ബറിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അതിനകത്തൊക്കെ ഈ എംസാൻഡ് നിറച്ചാണ് അതെല്ലാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് ഒറിജിനലൊന്നുമല്ല. ഒറിജിനലൊക്കെ സാധനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലിയാണ്, ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഇതിപ്പം ഏകദേശം 4 വർഷത്തിന് മേളിലായ സാധനമാണ്. പക്ഷേ ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ്, എടുത്തെറിഞ്ഞാൽ പോലും പൊട്ടത്തില്ല. അപ്പോൾ അന്ന് ചെയ്തു വെച്ചാണ് ഇതെല്ലാം. ഓക്കെ, അതിനൊക്കെയുള്ള കുറേയേറെ പ്ലേറ്റ്സുകളുണ്ട്, ഞാനതെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. ഓക്കെ, ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ இந்த വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇത് ഫിറ്റ്നസ്സിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് കാണാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വെയിറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഹായ് ഫ്രണ്ട്സ്, അപ്പം അന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് ഇരിക്കുന്നതല്ല. അതായത് 100 കിലോളം വെയിറ്റ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ ഓൺലൈനിൽ നിന്ന് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുള്ള വെയിറ്റുകളുണ്ട്. അപ്പം ഇതൊക്കെ കൃത്യമായ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ഏകദേശം ഒരെണ്ണം 12 കിലോ വെയിറ്റാണ്. ഓക്കെ, 12 കിലോ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ കോസ്റ്റ്ലി ഒന്നും ആവത്തില്ല. കുറച്ച് സിമൻറ്റ്, പിന്നെ എംസാൻഡ്, പിന്നെ കുറച്ച് മെറ്റൽ. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആണ് സാധനം. ഇങ്ങനെ എടുത്ത് എറിഞ്ഞാലോ എടുത്ത് ഉയർത്തി നിർത്തി താഴെ ഇട്ടാലോ ഒന്നും പൊട്ടത്തൊന്നുമില്ല, അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ഇതെല്ലാം ഇപ്പോൾ തന്നെ ഈ മണ്ണിൽ അഴുകിൽ ഇങ്ങനെ ചെറുതായി കിടക്കുവാണ്, ചെയ്യുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കൊറോണ സമയത്തൊക്കെ എൻ്റെ കുറച്ച് കുട്ടികൾ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരുമായിരുന്നു. അന്ന് അവന്മാർക്കൊന്നും ജിമ്മിൽ പോകാൻ പറ്റാത്ത സമയമായതുകൊണ്ട് അവന്മാർ വരുമായിരുന്നു. അപ്പോൾ അവരൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ ആരും തന്നെ ഇല്ല. പിന്നെ ഞാനും വർക്കൗട്ട് കുറച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇനിയും വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള വർക്കൗട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഡയറ്റിൽ കുറേ ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഹെവി വർക്കൗട്ടിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഹെവി വർക്കൗട്ടിലോട്ടൊന്നും പോകുന്നില്ല തൽക്കാലത്തേക്ക്. എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് മുമ്പോട്ട് പോകണമെന്നുണ്ട് ഹെവി വർക്കൗട്ടുകളായിട്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതൊക്കെ ഉണ്ട്, ചെറിയ വെയിറ്റ്സുകളാണ്. അപ്പം നമുക്കൊരു ഡമ്പലിൻ്റെ റാഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന വെയിറ്റാണ്. ഏകദേശം 2 കിലോ ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ്. ഇതിനൊക്കെയുള്ള 4-5 എണ്ണം ഉണ്ട്. അതിനൊക്കെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാം അങ്ങനെയുള്ളതാണ്. 5 കിലോയുടെ ഉണ്ട്, 6 കിലോയുടെ ഉണ്ട്. അതിനൊക്കെ തന്നെ ഉണ്ട്. ആയിരിക്കുന്നത് ആ മൂലയ്ക്ക് ഇരിക്കുന്നതൊക്കെ എന്ന് പറയുന്നത് ഏകദേശം 8 കിലോയുടെ വെയിറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വെയിറ്റ്സുകളുണ്ട്. അതിനൊക്കെ തന്നെ ബാറുകളുണ്ട്, ഇസഡ് ബാറുണ്ട്. അതിനൊക്കെ തന്നെ അല്ലാതെ നമ്മുടെ ബൈസെപ്സ്, അങ്ങനെ ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്യുന്ന ബാറുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ 15 കിലോയുടെ 2 വലിയ പ്ലേറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്.
അപ്പം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങും പോകാതെ തന്നെ നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ അതിന് നമുക്ക് നല്ലൊരു നമുക്ക് ആ ഫിറ്റ്നസ്സിനോടുള്ള ഒരു പ്രണയം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രണയം വേണം, അതിനൊക്കെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. എന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഉണ്ടാക്കി ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ ചെയ്യണം. കാരണം ചിലവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിന് 5 കിലോ ആണെങ്കിൽ മറ്റേ പ്ലേറ്റിന് 6 കിലോ ആയി പോകും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നല്ല കൃത്യമായിരിക്കണം. നമുക്ക് വെയിറ്റ് ത്രാസിൽ തൂക്കി നല്ല കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതൊക്കെ നല്ല ഉറപ്പുണ്ടാവണം. ഓക്കെ. കാരണം ഇതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞില്ല 4-5 വർഷമായ സാധനങ്ങളാണ്. ഇപ്പോഴും യാതൊരുവിധ പ്രശ്നങ്ങളും അതിനൊന്നുമില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇരിക്കുന്ന സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വർക്കൗട്ടുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ വർക്കൗട്ട് രീതികളെക്കുറിച്ച് ഞാൻ ഇതിലൊക്കെ നിങ്ങൾക്കായിട്ടായിട്ട് ഓരോരുത്തർക്ക് നമുക്ക് വീട്ടിൽ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വർക്കൗട്ടുകളൊന്നും തന്നെ സത്യത്തിൽ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടില്ല, എനിക്ക് ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പം ഇതാണ് ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട വേറൊരു സാധനം. ഇത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു തരുവാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ട്രൈസെപ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. നിങ്ങൾക്ക് അധികം പൈസ ചിലവൊന്നുമില്ല. നമ്മൾ ഈ ആംസിൻ്റെ ഒക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ട്രൈസെപ്സിന് ഡമ്പലൊക്കെ കൊണ്ട് ചെയ്യുന്നതിന് പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ട്രൈസെപ്സിനൊക്കെ നല്ല ആക്ടിവേഷൻ കിട്ടുന്നത്. ഓക്കെ. ചെറിയ വെയിറ്റുകൾ വെച്ച് നമുക്ക് ചെയ്യാം. അതിനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വെയിറ്റ് കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കയറ്റി വിടാം. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ റോപ്പുകളൊക്കെ പഴയതായി. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സാധനം, ഒരു മിഷൻ നിങ്ങൾക്കൊരു 10-500 രൂപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈസെപ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാം. ഞാനെൻ്റെ അടിയിൽ പുള്ളിയൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ലാറ്റ്സിന്, ബാക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കൊണ്ട് പല വർക്കൗട്ടുകൾ ബൈസെപ്സിന് ചെയ്യാം, ലാറ്റ്സിന് ചെയ്യാം. ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. വെറും 500-600 രൂപ ചിലവുള്ള ഒരു വെൽഡറെ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു മോഡലൊക്കെ കാണിച്ചു കൊടുത്ത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്തു തരും അവർ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ എൻ്റെ ഈ കൊച്ചു ചാനൽ ഫിറ്റ്നസ്സിനോടുള്ള എന്ന് വെച്ചാൽ ഫിറ്റ്നസ്സിനോട് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്. ഓക്കെ. അപ്പം വർക്കൗട്ട് വീഡിയോകളൊക്കെ തുടരെ അപ്ലോഡ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതൊന്നും കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവണം. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ബൈ ബൈ.